ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങളിവിടെ ന്യായീകരിച്ചത്. ഡിവൈഎഫ്ഐ നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വർണ്ണമോതിരം ഇടിച്ചാണ്, അവൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ, സ്വർണ്ണമോതിരം ഇടിച്ചാണ് പരാതി. എന്നിട്ട് അവനെ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ശരി, ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോൾ 51 വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ, അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ, ക്രിമിനലുകൾ, പിന്നീട് പോലീസ് ജയിലിലിരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ, അവരെ നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലല്ല, മദ്യം വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം മേടിച്ചു കൊടുത്തു, 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി. ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ, നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ CCTV ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. പീച്ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിൻ്റെ ഉടമയുടെ മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്, എത്ര ക്രൂരമായിട്ടാണ്. എന്ത് കാര്യത്തിനാണ്? അടിച്ച് പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അടിച്ച് പേടിപ്പിച്ചിട്ട് പറയാ പോക്സോ കേസിൽ കൂടി നിന്നെ കൊടുത്തു, അതുകൊണ്ട് 5 ലക്ഷം തന്നേക്കാം. 5 ലക്ഷം തന്നേക്കാൻ പറയുക. നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഐറ്റം നമ്പർ 835 ഉണ്ട്. എന്താണ്? പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തും. ഇതാണ് നടക്കുന്നത്. ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളറിഞ്ഞില്ല, നിങ്ങളറിയുമല്ലോ. മുഖ്യമന്ത്രി, അങ്ങല്ലേ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളയാൾ, അങ്ങയുടെ കീഴിൽ ഒരു ഇൻ്റലിജൻസ് സംവിധാനമില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? ഈ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നത് പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയാമല്ലോ. അവരുടെ അടുത്ത് പരാതികൾ വന്നിട്ടുണ്ടല്ലോ. ഈ കേസുകളിൽ നിരവധി. ഈ ഡിവൈഎഫ്ഐക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് ചോദിച്ചു. ഇവിടെ ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടിയെടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത്? ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് റഷ്യയിലെ സ്റ്റാലിൻ്റെ ഗുലാഗുകളെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോർച്ചറിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ 3-ാം തീയതി ഇത് പുറത്തു വന്നാണ്. 3-ാം തീയതി അതിനെ തുടർന്ന് നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. നിരവധി വിഷയങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും വരിക. നിങ്ങളൊരു മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ, നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ. നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ? കേരളത്തിലെ പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തേ മൗനം പാലിച്ചു? നിങ്ങൾ എന്തേ മിണ്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? സംസാരിക്കാതിരുന്നിട്ട് എത്ര ദിവസമായി? ഞാൻ തന്നെ അങ്ങയോട് പറഞ്ഞു നിരവധി വിഷയം. നിങ്ങളുടെ പോലീസ് എങ്ങോട്ട് പോകുന്നു? എന്താ പറ്റിയത്?